നമസ്കാരം. ഒരുപാട് സൂപ്പർ പവറുള്ള ഒരു സൂപ്പർ വില്ലൻ്റെ കുപ്പായം എടുത്തിടാൻ പോവാണ് നമ്മൾ. ലോകത്തിൽ ഇന്നേ വരെ ഒരു വില്ലനും ചെയ്തിട്ടില്ലാത്തത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പറഞ്ഞു കേൾക്കുമ്പോൾ അത്ര ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടൊന്നും തോന്നില്ലെങ്കിലും അതിൻ്റെ പരിണത ഫലം അത് ഭയാനകരമാണ്. രാത്രിയിൽ പൂർണ്ണചന്ദ്രനുള്ള ഒരു ദിവസം നിങ്ങൾ മുകളിലേക്കൊന്ന് നോക്കുക. അതിമനോഹരമായിട്ടുള്ള പൂർണ്ണചന്ദ്രനെ നമുക്ക് കാണാം. ആ പൂർണ്ണചന്ദ്രൻ്റെ സ്ഥാനത്ത് നല്ല വലിപ്പത്തിലുള്ള 2 ഏത്തയ്ക്ക കാണാൻ സാധിക്കുകയാണെങ്കിലോ, ചന്ദ്രനെ പിളർത്തി അങ്ങനെ മാറ്റി വെച്ചാലോ? ശരിക്കും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? 2 വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചന്ദ്രനെ പിളർത്തി മാറ്റി വയ്ക്കാം. ഒന്ന്, അതിശക്തമായ വേഗതയിൽ പെട്ടെന്ന് തന്നെ ചന്ദ്രനെ പിളർത്തുക. ചന്ദ്രൻ ഓൾറെഡി നല്ല വേഗതയിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കറങ്ങുന്ന ചന്ദ്രനെ പെട്ടെന്ന് തന്നെ പിളർത്തി 2 കഷ്ണമാക്കുക. രണ്ടാമത്തെ സ്ട്രാറ്റജി, വളരെ പതിഞ്ഞ വേഗതയിൽ പതിയെ നമ്മൾ ചന്ദ്രനെ 2ആയി പിളർത്തി മാറ്റി വയ്ക്കുന്നു. 2 സന്ദർഭങ്ങളിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, ശരിക്കും ഞാൻ അങ്ങ് പോയി ചന്ദ്രനെ പിളർത്താനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ശാസ്ത്രീയമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കിടാനുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ PhDയുടെ ഓപ്പൺ ഡിഫൻസ്. ഔദ്യോഗികമായിട്ട് എനിക്കിനി എൻ്റെ പേരിൻ്റെ മുൻപിൽ ഡോക്ടർ എന്ന ഒരു ടാഗ് കൂടെ ചേർക്കാം. ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതിൽ എനിക്ക് നിങ്ങളോടും നന്ദി പറയാനുണ്ട്. നിങ്ങൾ തന്ന ഒരുപാട് ഇൻസ്പിറേഷൻസാണ് ഉറക്കമില്ലാത്ത അനവധി ദിവസങ്ങൾ കൊണ്ട് കുറച്ചധികം ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനും അതിലൂടെ PhD നേടിയെടുക്കാനും എനിക്ക് സാധിച്ചത്. ഓപ്പൺ ഡിഫൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, യഥാർത്ഥ ലൈവ് വീഡിയോ സ്ട്രീം ചെയ്തിരുന്നു. അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് പരിശോധിച്ച് നോക്കുക. കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും എല്ലാവർക്കും ആ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഞാനത് എൻ്റെ മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആക്കി മാറ്റും. ഏകദേശം 100ഓളം മെമ്പേഴ്സ് എൻ്റെ ഈ ചാനലിലുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷനാണ് ഈ വീഡിയോ. ആദ്യം ഇത് എത്രമാത്രം സാധിക്കുന്നൊരു കാര്യമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ അതിഭീകരമായിട്ടുള്ള ഒരു ലേസർ മെഷീൻ ഉണ്ടെങ്കിലും ചന്ദ്രനെ പിളർത്താൻ സാധിക്കുമോ? ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു ലേസർ മെഷീനാണ് നിങ്ങളുടെ ബാക്ക് യാർഡിൽ കിടക്കുന്നത്. സാധിക്കുമോ? ഫിസിക്സ് നിയമങ്ങൾ പറയുന്നത് അത് നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ലെന്നാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ചന്ദ്രനിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ആറ്റംസും അതിശക്തമായി അതിൻ്റെ നടുഭാഗത്തേക്ക്, അതിൻ്റെ സെൻറ്ററിലേക്ക് അടുപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രന് ഏകദേശം ഒരു ഗോളത്തിൻ്റെ രൂപം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമിക്കും ഒരു ഗോളത്തിൻ്റെ രൂപം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഒരു ക്യൂബിൻ്റെയോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പിരമിഡിൻ്റെയോ രൂപമൊന്നുമല്ല. അതിൻ്റെ എല്ലാം കാരണം എല്ലാ ഡിറക്ഷനിൽ നിന്നും എല്ലാ ആറ്റത്തിനെയും ആ സെലസ്റ്റിയൽ ബോഡിയുടെ സെൻട്രൽ പോർഷനിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് അതിശക്തമായിട്ടുള്ള ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിനെയൊക്കെ മറികടന്ന് ചന്ദ്രനെ 2ആയി മുറിച്ചു മാറ്റണമെങ്കിൽ അതിശക്തമായിട്ടുള്ള ഊർജ്ജം തന്നെ വേണം. ഏകദേശം ഒരു കണക്ക് ഞാൻ പറയാം. 1.2 × 10⁻29 ജൂൾസ് ഊർജ്ജം. അത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ഊർജ്ജമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മളുടെ സൂര്യൻ അത് 360 ഡിഗ്രിയിലേക്കും ഒരേപോലെ ഊർജ്ജത്തെ അയച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ആ ഊർജ്ജമെല്ലാം ഒരൊറ്റ ബീം ഓഫ് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഊർജ്ജം ഉപയോഗിച്ച് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ചന്ദ്രനെ 2ആയി പിളർത്തി മാറ്റാൻ സാധിക്കും. രണ്ടാമത് ഒരു ഉദാഹരണം കൂടെ പറയാം. ന്യൂക്ലിയർ ബോംബുകൾ കൊണ്ടുള്ള ഒരു ഉദാഹരണം. ചരിത്രത്തിൽ മനുഷ്യൻ ഒരുപാട് ന്യൂക്ലിയർ ബോംബുകൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോംബുകളെല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു എന്ന് കരുതുക. അപ്പോൾ എത്രമാത്രം ഊർജ്ജമായിരിക്കും അവിടെ ഉണ്ടാവുക? അതിൻ്റെയൊക്കെ കോടാനുകോടി ഇരട്ടി ഊർജ്ജം വേണ്ടി വരും നമുക്ക് ചന്ദ്രനെ പിളർത്താൻ. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ ജൂൾ ഊർജ്ജം ഉണ്ടാക്കണമെങ്കിൽ അത്രത്തോളം ഊർജ്ജം നമുക്ക് വേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ
മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയ്ക്കും ചന്ദ്രനെ രണ്ടായി പിളർത്തി മാറ്റാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് അത്തരമൊരു മെഷീനൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു തോട്ട് എക്സ്പെരിമെൻ്റാണ്. തോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ടൂളുകളും ഇവിടെ കൊണ്ടുവരാം. അതിശക്തമായിട്ടുള്ള ഒരു വലിയ വാൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഊർജം മുൻപ് പറഞ്ഞ ആ വലിയ സംഖ്യയോളം വരുമെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിക്കുക. അതുപയോഗിച്ച് ശക്തമായ വേഗതയിൽ നമുക്ക് ചന്ദ്രനെ പിളർത്തി മാറ്റാം. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും 1 മണിക്കൂറിൽ ഏകദേശം 3600 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ഒത്ത നടുവ് നോക്കി ഞാൻ എൻ്റെ ശക്തമായ വാൾ ഉപയോഗിച്ച് ആഞ്ഞു വെട്ടി. ഒറ്റ വെട്ടിൽ തന്നെ അത് 2 കഷ്ണങ്ങളായി മുറിഞ്ഞു മാറി. ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ഒരു വ്യക്തി ചിന്തിക്കുക, അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 2ആയിട്ട് മുറിഞ്ഞു മാറി. 2 കഷ്ണങ്ങളും 2 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഭൂമിയെ വലം വയ്ക്കുമായിരിക്കും. അതിനപ്പുറം എന്ത് ഡിസാസ്റ്ററാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ഒരാളല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവൻ അതിഭീകരനാണ്. 2ആയി മുറിഞ്ഞു മാറുന്ന ചന്ദ്രൻ ഒരുപാട് ഡെബ്രി ഉണ്ടാക്കും. അതായത് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ കഷ്ണങ്ങളൊക്കെ വളരെ ചെറുതാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നല്ല വലിപ്പമുണ്ട്. വളരെ വളരെ ചെറിയൊരു മുട്ടുസൂചിയുടെ മാത്രം വലിപ്പമുള്ള ഡെബ്രി ഉണ്ട്. എന്നാൽ നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകളുടെ അത്രയും മാത്രം വലിപ്പത്തിലുള്ള ഡെബ്രിയുമുണ്ട്. അതിൽ മിക്കതും നേരെ വരുന്നത് നമ്മുടെ ഭൂമിയിലേക്കായിരിക്കും, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കായിരിക്കും. അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ശക്തമായ വേഗതയിൽ തുളച്ചിറങ്ങും. ഭൂമിക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷവും ഇങ്ങനെ വരുന്ന ഡെബ്രിയുമായിട്ട് നല്ല ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷനെ തുടർന്ന് അത് കത്തിജ്വലിക്കും. ആകാശത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ചന്ദ്രൻ 2ആയി മുറിഞ്ഞു മാറി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത്, ആകാശം മുഴുവനും ഫയർ ബോൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. പക്ഷേ ആ കാഴ്ച നിങ്ങൾക്ക് അധിക നേരമൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൽക്ക ഭൂമിയിൽ വന്ന് പതിച്ചതിനെ തുടർന്ന് നമ്മുടെ ഭൂമി അടക്കി ഭരിച്ചിരുന്ന ഡൈനോസറുകൾ തന്നെ വംശനാശത്തിന് ഇരയായി. ഭാഗ്യത്തിന് ആ കാലഘട്ടത്തിലെ മനുഷ്യന് ഏതാണ്ട് ഒരു എലിയുടെ മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഭൂമിയുടെ ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാക്കി, ചെറിയ കുഴികളുണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് കാര്യമായിട്ട് നമ്മളെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പതിക്കാൻ പോകുന്നത് ഒരൊറ്റ ഉൽക്കയല്ല, അനേകം ഉൽക്കകളാണ്. അനേകം ഉൽക്കകൾ തീഗോളങ്ങൾ പോലെ ഭൂമിയുടെ പ്രതലത്തിലേക്ക് വന്ന് ഇടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു നരകമായിട്ട് തന്നെ മാറും. നമ്മുടെ സമുദ്രങ്ങളൊക്കെ തിളച്ചു മറിയാൻ തുടങ്ങും. ഭൂമിയിലുള്ള സകല ജീവനും, ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നില്ല, എന്നാൽ ഏതാണ്ട് എല്ലാ ജീവനുകളും നാമാവശേഷമായിട്ട് മാറും. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ അല്പം സ്ലോ മോഡിലാണ് ചന്ദ്രനെ 2ആയി മുറിച്ചു മാറ്റുന്നത്. രുദ്രഗോപിയായിരുന്ന വ്യക്തിയിൽ നിന്നും അല്പം ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായി, ഒരു വില്ലനായി നമ്മൾ മാറി. എന്നിട്ട് പതിയെ പതിയെ ആ ശക്തമായ വേഗതയിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനെ 2ആയി മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു ഗോളത്തെ 2ആയി മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഓറഞ്ചിനെ പിച്ചാത്തി ഉപയോഗിച്ച് 2ആയി മുറിച്ചു മാറ്റിയാലോ? ആ മുറിച്ചു മാറ്റുന്ന ഭാഗം പരന്നിരിക്കും, ഫ്ലാറ്റായിട്ടിരിക്കും. ചന്ദ്രനെയും അങ്ങനെ നമ്മൾ 2ആയിട്ട് മുറിച്ചു മാറ്റുമ്പോൾ അത് ഫ്ലാറ്റായിട്ടാണല്ലോ വരേണ്ടത്. വളരെ വളരെ പതിഞ്ഞ വേഗതയിലാണ് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പതിഞ്ഞ വേഗതയിൽ ചന്ദ്രനെ 2ആയി മുറിച്ചു മാറ്റി. ഇപ്പോൾ ഡെബ്രി ഒന്നും ഉണ്ടായിട്ടില്ല. ഡെബ്രി ഒന്നും ഉണ്ടാകാതെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അങ്ങനെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ക്രമേണ ആ ഫ്ലാറ്റായിട്ടുള്ള പ്രദേശം ഫ്ലാറ്റ് അല്ലാതെയായി മാറും. ഗ്രാവിറ്റി കാരണം അത് ഒരു ഗോളമായിട്ട് മാറും. അങ്ങനെ ചന്ദ്രൻ 2 ചന്ദ്രന്മാരായിട്ട് വലിപ്പക്കുറവുള്ള 2 ഗോളങ്ങളായിട്ട് മാറും. ഈ കണ്ടീഷനിൽ ഭൂമിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇവിടെ ശാന്തമായിട്ട് തന്നെ തുടരും. നമുക്ക് പുതിയതായിട്ട് 2 ചന്ദ്രന്മാരെ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്.
മുമ്പുണ്ടായിരുന്നത് ഒരു സഡൻ ഡെത്ത് ആണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇഞ്ചിഞ്ചായിട്ടുള്ള മരണമാണ്. 2 ചന്ദ്രനായി. ആ 2 ചന്ദ്രൻ്റെ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ തുല്യം തന്നെയാണ്. ഒരു ഡെബ്രി പോലും വെളിയിലേക്ക് പോകാൻ നമ്മൾ അനുവദിച്ചില്ലല്ലോ. ഈ 2 ചന്ദ്രന്മാരെയും ഏതാണ്ട് അടുത്തടുത്താണ് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ വലിയ ഒരു സ്വാധീനം നമ്മുടെ ഭൂമിയിലുണ്ടാകും. ഭൂമിയിലെ വേലിയേറ്റത്തെക്കുറിച്ചും വേലിയിറക്കത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ചന്ദ്രൻ്റെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം അവിടെ ഉണ്ട്. മുമ്പ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. മുമ്പുണ്ടായിരുന്ന ചന്ദ്രൻ ഒരൊറ്റ ചന്ദ്രനായിരുന്നു. ഇവിടെ മാസെല്ലാം സെയിം ആണെങ്കിൽ പോലും 2 ചന്ദ്രന്മാരാണ്. ആ 2 ചന്ദ്രന്മാരെയും അടുത്തു വെച്ചാലും ഗ്രാവിറ്റേഷണൽ ഫ്ലക്ച്വേഷനിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. വേലിയിറക്കം സംഭവിക്കുന്നത് ചന്ദ്രൻ നമ്മുടെ സമുദ്രഭാഗത്തിൻ്റെ നേരെ നിൽക്കുമ്പോഴാണ്. ആ സമയത്ത് ചന്ദ്രൻ്റെ ഗ്രാവിറ്റി കാരണം ജലം അല്പം മുകളിലേക്കൊന്ന് ഉയർന്നു വരും. അത് കാരണം തീരപ്രദേശത്തുണ്ടായിരുന്ന ജലം അല്പം ഒന്ന് പിൻവലിയും. കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രൻ്റെ പൊസിഷൻ അവിടെ നിന്ന് മാറും. ആ പൊസിഷൻ അവിടെ നിന്ന് മാറുമ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ജലം കടന്നു പോകും. അങ്ങനെ വേലിയേറ്റമുണ്ടാകും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അല്പം കൈവിട്ടുപോയി. ക്രമേണ ഈ ഒരു പാറ്റേണിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ഗ്രാവിറ്റേഷണൽ ഫ്ലക്ച്വേഷൻ കാരണം ജലം മുമ്പ് കയറിയിരുന്ന സ്ഥലത്തേക്കായിരിക്കില്ല കയറുന്നത്. മുമ്പ് ഇറങ്ങിപ്പോയിരുന്ന സ്ഥലത്തേക്കായിരുന്നില്ല പോകുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ട് പോലും കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് ജലം ഇറങ്ങിപ്പോകും ചില സ്ഥലങ്ങളിൽ. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും ആളുകൾ താമസിക്കുന്ന വലിയ വലിയ സിറ്റികളിലേക്കും ടൗണുകളിലേക്കും ജലം ഇരച്ചു കയറും. അവിടെയുള്ള സകലമാന ആളുകളുടെയും ജീവജാലങ്ങളുടെയും ജീവന് തന്നെ അത് ഭീഷണിയായി മാറും. മുമ്പുണ്ടായിരുന്നത് പെട്ടെന്നുള്ള മരണമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ തുടർച്ചയായിട്ടുള്ള സുനാമികളാണ് ഇപ്പോൾ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്നത്. സമുദ്രത്തിലുള്ള ജലത്തെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, മറിച്ച് നമ്മുടെ കരയിലുള്ള പാറകളിലും ബാധിക്കും. വലിയ വലിയ പാറകൾ സ്ക്വീസ് ചെയ്യുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകും. അത് വലിച്ചു നീട്ടുന്നത് പോലുള്ളൊരു അനുഭവം ഉണ്ടാകും. അതിനെ തുടർന്ന് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കും. കൂടാതെ ഭൂകമ്പവും നടക്കും. തുടർച്ചയായിട്ടുള്ള ഭൂകമ്പങ്ങൾ, തുടർച്ചയായിട്ടുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, തുടർച്ചയായിട്ടുള്ള സുനാമികൾ. അതിലൂടെ ഭൂമിയിലുള്ള ഏതാണ്ട് എല്ലാ മനുഷ്യരും തുടച്ചു നീക്കപ്പെടും. ഈ ക്രൂരകൃത്യമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ കുറ്റബോധം തോന്നി. ചെയ്തതൊക്കെ ഒരു അബദ്ധമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചു മാറ്റിയ ചന്ദ്രനെ തിരിച്ച് ഒന്നിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ മുറിച്ചു മാറ്റാനായിട്ട് എത്രയോ ഭീകരമായിട്ടുള്ള ഊർജ്ജമാണ് നമുക്ക് ചെലവഴിക്കേണ്ടി വന്നത്. ഫിസിക്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൊടുത്തത് തിരിച്ചു മേടിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന അത്രയും തന്നെ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ 2 കഷ്ണങ്ങളെ പരസ്പരം സ്ക്വീസ് ചെയ്ത് ഒരൊറ്റ ചന്ദ്രനാക്കി മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അത്രയും മാത്രം ഊർജം ഈ 2 ചെറിയ ചന്ദ്രനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ആ ചന്ദ്രൻ നന്നായിട്ട് ഉരുകാൻ തുടങ്ങും. ചന്ദ്രനിലുള്ള പാറകളൊക്കെ ഉരുകി അത് മാഗ്മയായിട്ട് മാറും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ ഏതാണ്ട് ഇതേപോലുള്ള ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിരുന്നു. അന്ന് ചന്ദ്രനിൽ മുഴുവനും ഉരുകിയൊലിക്കുന്ന മാഗ്മകളായിരുന്നു. ഇതിനെക്കുറിച്ച് വളരെ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്ക് ഒന്ന് പരിശോധിക്കുക. ഏതാണ്ട് അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും പിന്നീട് ചന്ദ്രനുണ്ടാവുക. ചന്ദ്രൻ നന്നായി ഉരുകിയൊലിക്കും. അത് മുഴുവനും മാഗ്മ കൊണ്ട് നിറയും. അതിലുള്ള കുറേ മാഗ്മയൊക്കെ അവിടെ നിന്ന് തെറിച്ച് ഭൂമിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ശക്തമായിട്ടുള്ളൊരു മാഗ്മ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചന്ദ്രൻ മുമ്പത്തെ പോലെ മനോഹരമായിട്ടുള്ള വെളുത്ത നിറത്തോട് കൂടിയിട്ടുള്ള ഒരു വസ്തുവായി മാറില്ല. അത് തിളയ്ക്കുന്ന ഒരു വസ്തുവായിട്ട് മാറും. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ആ വെള്ളച്ചന്ദ്രനല്ല, മറിച്ച് വളരെ വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ സൂര്യനെ ആയിരിക്കും. കാരണം അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിളച്ചു മറിയൽ അത് ഒരുപാട് കാലങ്ങൾ നീണ്ടു നിൽക്കും. ഏതാണ്ട് ഈ പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭൂമിക്ക് ചുറ്റുമായിട്ട് ചില അതിഥികളെ കാണാൻ സാധിക്കും. സാറ്റേൺ ഉള്ളതുപോലുള്ള റിങ്ങുകൾ ഭൂമിക്കുണ്ടായിരിക്കും. പല ഘട്ടങ്ങളിലായി ചന്ദ്രനിൽ നിന്ന് അടർന്നു വീണിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാണ്, പ്രത്യേകിച്ചും ആ മാഗ്മകളാണ് ഇപ്പോൾ ഭൂമിക്ക് ചുറ്റുമായിട്ട് മനോഹരമായിട്ടുള്ള റിങ്ങുകളായി മാറിയിരിക്കുന്നത്. ചന്ദ്രൻ പിന്നീട് ശാന്തമാകാൻ പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ശാന്തമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കാണുന്നത് പോലുള്ള ഒരു ചന്ദ്രനെ ആയിരിക്കില്ല.
ഇപ്പോൾ ചന്ദ്രനിൽ കാണാൻ സാധിക്കുന്ന പാടുകളോ കുന്നുകളോ താഴ്വാരങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു നെയ്ബറായിരിക്കും അപ്പോൾ നമുക്കുണ്ടായിരിക്കുക. അവിടെയും മലകളും കുന്നുകളും താഴ്വാരങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് തീർത്തും വിഭിന്നമായിരിക്കും. കുറേയധികം വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഏറ്റവും മികച്ച ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇത് എക്കാലവും ഇങ്ങനെ തന്നെ നിലനിൽക്കില്ല. ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ട്. മനുഷ്യരുടെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് മനുഷ്യൻ ശരിക്കും നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ, കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ സൂര്യൻ ഒരു റെഡ് ജയൻ്റ് ആയിട്ട് മാറും. അങ്ങനെ റെഡ് ജയൻ്റ് ആകുമ്പോൾ ഒരു പക്ഷേ ഭൂമിയും ചന്ദ്രനുമൊക്കെ നമ്മുടെ സൂര്യൻ്റെ ഉള്ളിലകപ്പെട്ടു പോകും. അതായിരിക്കണം ഭൂമിയുടെയും ചന്ദ്രൻ്റെയും അന്ത്യം. മനുഷ്യർ ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോഴേക്കും മനുഷ്യർ ഒരു പക്ഷേ കുറേ കൂടെ ഒരു ഹയർ സ്കെയിലുള്ള ഒരു സിവിലൈസേഷനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ നിന്നും മറ്റ് പല ഗ്രഹങ്ങൾ അന്വേഷിച്ച് പോകാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ കുടിയേറി താമസിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിരിക്കും. അതൊരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. നിലവിൽ ഉള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടും നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാനോ അവിടെ എത്തിപ്പെടാനോ ഒന്നും സാധിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിക്ഷേപിച്ച വോയേജർ പേടകം സോളാർ സിസ്റ്റത്തിൻ്റെ വെളിയിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് ഒരു കാലത്തും നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രമായിട്ടുള്ള ആൽഫ സെൻറ്റോറി സ്റ്റാർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള പ്രോക്സിമ സെൻറ്റോറി ബിയിലേക്കോ എത്തപ്പെടില്ല. അതിനു മുമ്പ് തന്നെ വോയേജർ പ്രവർത്തനരഹിതമായിട്ട് മാറും. അതായത് നമ്മുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഏറ്റവും അടുത്തുള്ള നമ്മുടെ അയൽക്കാരൻ്റെ അടുത്തേക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കില്ല. പിന്നെയാണ് നമ്മൾ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗ്രഹത്തെ കണ്ടെത്തി അവിടെ കുടിയേറുന്നത്. പക്ഷേ എപ്പോഴും എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് താല്പര്യം. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും മറ്റൊരു ലോകം ഉണ്ടാക്കി തീർക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.